ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് അടിപൊളിയായിട്ടൊരു ചീരയിലയും പിന്നെ മുട്ടയും കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു തോരൻ വെക്കാൻ പോവാണ്. അതിനകത്ത് ഞാൻ എടുത്തേക്കുന്ന കരിയാപ്പില ചീരയാണ്. ഇത് കരിയാപ്പില ചീര നമ്മൾ ഇതേ പാകത്തിൽ ഇങ്ങനെ അരിഞ്ഞ് സെറ്റാക്കിയിട്ട് വെക്കുക കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് അതിനെന്ത് വേണം ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊച്ചുള്ളി, ഞാൻ ഒരു 3-4 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ തേങ്ങ വേണം. തേങ്ങ ഞാനിതുപോലെ ചിരവി വെച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഞാൻ വളരെ കുറച്ച് ചീരയിലുള്ളൂ, അപ്പോൾ ആ പാകത്തിന് നമ്മൾ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട അത് ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരയിലേക്കകത്തോട്ട് കുറച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾ നമ്മളിട്ട് റെഡിയാക്കി വെക്കുക. മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളത് ഇട്ട് വെക്കുക. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവത്തിന് ചില സമയത്ത് അത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞളോടെയും കൂടി അതിനകത്തോട്ടേക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം മഞ്ഞളോട് ഇട്ടപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എന്തോരം ഇട്ടെന്ന്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം ഉണ്ട് നോക്കി ആ പാകത്തിന് ഇടുക കേട്ടോ. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റൗ കത്തിച്ച് ഫ്രൈങ് പാൻ അടുപ്പിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് അതിനുള്ള വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം നമ്മളതിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസൊക്കെ കൊച്ചുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് വഴറ്റിയിട്ട് പിന്നെ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. മുട്ട അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഫ്രൈ പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട്, നമ്മളതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. ഞാൻ വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. കാരണം ഇവിടെ എണ്ണ അങ്ങനെ ഉപയോഗിക്കൽ കുറവാണ്. കമ്പാരിറ്റീവ്ലി എണ്ണ കുറച്ച്. പിന്നെ ഈ നമ്മുടെ ചീരയിൽ വളരെ കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കടുക് ഇടുകയാണ്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് കൊച്ചുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ഇടുകയാണ്. ആദ്യം ഞാൻ ഇടുന്നത് കൊച്ചുള്ളിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിക്കല്ലേ, കാരണം ഉള്ളിക്കാണ് വേഗം കുറച്ചിത്. അപ്പം ബാക്കിയെല്ലാം നമുക്ക് വേഗം വെന്ത് കിട്ടുമല്ലോ. അപ്പം അത് ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഇടുമ്പം ഒന്നിച്ചിടാം. ഞാനിപ്പോൾ എല്ലാം അങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്, ഓരോന്നോളം ഇട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഒന്നിച്ചിട്ടിട്ട് അത് വഴറ്റിയെടുക്കുന്നതിന് പ്രശ്നമില്ല, കാരണം ഇത് ഒന്നിച്ച് വഴന്ന് വരുന്നതല്ലേ. അപ്പം നമ്മളെ പാകത്തിന് അത് ഇടുക. അപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതിനായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ചില ആൾക്കാർ ഇതിങ്ങനെ വഴറ്റുന്ന സമയത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ഇടും. ഞാനിപ്പോൾ ഓൾറെഡി ചീരയിലക്കകത്ത് ഉപ്പിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൽ ഉപ്പിട്ടാൽ ചിലപ്പോൾ കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് മാത്രമേ കേട്ടോ. ഇതിലേക്ക് ഉപ്പിട്ടാൽ വേഗം വഴന്ന് കിട്ടും. അങ്ങനെ ഈ അമ്മമാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചെയ്യാം. ഞാനിപ്പം ഇപ്പോൾ ഓൾറെഡി ഇട്ട് വെച്ചേക്കുന്നതുകൊണ്ട് കൂടിപ്പോയാലോ എന്ന് എനിക്ക് പേടിയുള്ളത് കൊണ്ടും ഞാൻ ജസ്റ്റ് ഇതൊന്ന് വഴറ്റി മാത്രം കൊടുക്കുകയാണ്. ഇതിനി നന്നായിട്ട് വഴന്നതാണ്. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയില്ലേ, ഞാൻ ഒരൊറ്റ മുട്ട പൊട്ടിച്ചേക്കുന്നത്, അതിനുള്ള ചീരയിലേ നമുക്കുള്ളൂ, അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഏകദേശം ഈ പാകം ആവുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം അത് വെന്തിട്ടുണ്ട്. ഏകദേശം പാകം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കേട്ടോ. ഇനി നമുക്കതിലേക്ക് മുട്ട നമ്മളെടുത്ത് വെച്ചിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം മുട്ട പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച നന്നായിട്ടത് ഇളക്കണം. അപ്പം തന്നെ തൊട്ട് ഇളക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചൂടായി കഴിഞ്ഞാൽ കട്ട പിടിക്കും. പിന്നെ കട്ട പിടിച്ച് കഴിഞ്ഞാൽ അത് ചെറുതാക്കി വെന്ത് വരാനും ഭയങ്കര താമസമായിരിക്കും. പിന്നെ മുട്ട ശരിക്കും വെന്തില്ലെങ്കിലും ആ ചീരയിലേക്കകത്തോട്ട് അത് പിടിച്ചിട്ട് അതൊരു മൊത്തത്തിലൊരു ഉളുമ്പ് ചവയായിരിക്കും. അപ്പം നമുക്ക് തന്നെ കഴിക്കാനുള്ള ടേസ്റ്റ് മൊത്തം മാറിപ്പോകും. അപ്പം നമ്മൾ ഒഴിച്ച പാടെ തന്നെ കൈ തോരാതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കുന്ന സമയത്ത് ഈ കട്ട പിടിച്ചിരിക്കുന്ന മുട്ട ഇതുപോലെ തന്നെ പൊട്ടിച്ച് വിടുക. ഈ ഞാൻ ചിലപ്പോൾ നമ്മൾ മുട്ടത്തോരൻ ഉണ്ടാക്കും തീരെ കുഞ്ഞാക്കി ചെയ്യാറില്ല. അപ്പം തീ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലവർ മുട്ടത്തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വളരെ കുഞ്ഞായിട്ട് ഇളക്കി ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ ചെയ്താലും കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ ഇളക്കി ഏകദേശം ഒരു പാകമായിട്ടുണ്ട്, പാതി വേവായിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചീരയിലേക്ക് അതോട്ട് നമ്മൾ തേങ്ങ എടുത്ത് വെച്ചാൽ തേങ്ങ അതിലോട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ അത് മിക്സ് ചെയ്തതിന് ശേഷം
ഇതിനകത്തോടേക്ക് നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട, കാരണം നമുക്ക് ചീര ഇലക്കകത്ത് കുറച്ച് വെള്ളമുണ്ട്, പിന്നെ തേങ്ങയ്ക്കും വെള്ളമുണ്ട്. അപ്പം ഈ ഇലയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ആ രീതിയിലുള്ള വേവ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ കൂടുതലായിട്ട് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക, ആ മുട്ടയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തോളും. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് അത് വെന്ത് വരുമ്പോൾ ഏകദേശം ഈ ഒരു ബ്രൗൺ കളറ് ഈ കളറാകുമ്പോൾ പിന്നെ നമ്മൾ ഉപ്പും എല്ലാം പാകത്തിനുണ്ടോ നമ്മൾ നോക്കുക കേട്ടോ. അങ്ങനെ ഞാനെല്ലാം ഓൾറെഡി ചെക്ക് ചെയ്തിട്ട് ഏകദേശം വെന്ത ഭാഗമാണ് കേട്ടോ. ഈ പാകമാകുമ്പോഴത്തേക്കും നമുക്കതൊന്ന് തീ ഓഫ് ചെയ്യാം. ഇപ്പം കുറച്ചൊന്ന് റെഡി ആവാനുണ്ട്. അപ്പോൾ ഒന്ന് അതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുമോ നോക്കുക. വെള്ളം വറ്റിയാൽ കണ്ടോ ഏകദേശം ഇതുപോലെ വിട്ട് നിൽക്കണം. കുഴഞ്ഞിരുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ മുട്ടയെല്ലാം അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഏകദേശം പാകമായിട്ടുണ്ടോ. പിന്നെ ഈ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചീരയിലയും മുരിങ്ങയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സമയം, മഴ തീർത്ത് മാറിയിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ ചീരയില എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.